നമസ്കാരം, എൻ്റെ പേര് ജയപാർവതി, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ചീഫ് ഡെന്റൽ സർജനാണ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം പല്ല് സ്വസ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റെയിനേഴ്സ് ഒറ്റക്കമ്പി എന്നത് ഇടുന്നത്. ഈ ഒറ്റക്കമ്പി അതായത് റീറ്റെയിനേഴ്സ് എന്നുള്ളത് 3 തരത്തിലുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് ഇടുന്നത് റിമൂവബിൾ ആയിട്ടുള്ള ഊരി മാറ്റാൻ പറ്റുന്ന റീറ്റെയിനേഴ്സ് ഉണ്ട്. മൂന്നാമത് ക്ലിയർ അലൈനേഴ്സ്. ക്ലിയർ അലൈനേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്, ക്ലിയർ ആയിട്ടാണ്, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ, അതേപോലെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ അത് ഊരി മാറ്റി വെക്കണം. പിന്നെ അതേപോലെ ഇത് ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവബിൾ, അതായത് റിമൂവബിൾ ആയിട്ടുള്ള റീറ്റെയിനേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരി മാറ്റാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റി വെക്കാം. രാത്രിയിൽ തുടർച്ചയായിട്ട് ഇടണം. അതേപോലെ അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചില സിറ്റുവേഷൻസിൽ അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് റിമൂവബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ളത്, അത് നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. പല്ലിന്റെ അകത്തായിട്ട്, താഴത്തെ പല്ലിലോ മുകളിലത്തെ പല്ലിലോ അകത്തായിട്ടായിരിക്കും ചെയ്തേക്കുന്നത്, ഊരി മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് കാരണം വായ്നാറ്റം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ രണ്ടാമത് ഫുഡ് കഴിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട്.